ഇപ്പോൾ എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് സങ്കീർത്തന ഭാവത്തിൽ നിന്ന് നമുക്ക് വായിപ്പാനിടയായി തീരട്ടെ. അതിനായിട്ട് പ്രതീഷ് പാസ്റ്ററെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ തുറന്നുള്ള ശുശ്രൂഷകളിൽ നിന്ന് നമ്മളെ സഹായിക്കും. സ്തോത്രം. എഴുപത്തിയേഴാം സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി നമുക്ക് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 77, 77 സങ്കീർത്തനം. 77 സങ്കീർത്തനം വായിക്കുന്നു. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. ഞാൻ ദൈവത്തെ ഓർത്തു വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? തൃക്കൈ കൊണ്ട് നീ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിൻ്റെയും യോസെഫിൻ്റെയും മക്കളെ തന്നെ. മേഘങ്ങൾ വെള്ളം ചൊരിച്ചു, ആകാശം നാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. മോശയുടെയും അഹ്റോൻ്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അനുഗ്രഹീതമായ ഒരു ഞായറാഴ്ച കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാനിടയായി തീർന്നുവല്ലോ. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായ ഒരു ലോകത്തിൽ കർത്താവ് തൻ്റെ ബലവും ശക്തിയും ആരോഗ്യവും കൃപയും തന്ന് നമ്മെ നടത്തി. ആ ദൈവത്തിന് നന്ദി പറയുവാൻ, ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ, ആ ദൈവത്തോട് സ്തുതികൾ അർപ്പിക്കുവാൻ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹൃദയ പരമാർത്ഥതയിൽ എല്ലാവർക്കും ഒരു അല്പസമയം എന്ന ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. കർത്താവേ, നിൻ്റെ പ്രവൃത്തികളെ ഞാൻ ഓർക്കുന്നു എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ടും ദൈവം ചെയ്ത വഴികളെ ഓർത്തുകൊണ്ടും ഹല്ലേലൂയ, ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാൻ കഴിയട്ടെ, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയട്ടെ. പ്രിയരെ, ഇന്ന് പകലിലെ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നതാണ്, ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നതാണ്. സങ്കീർത്തനം വായിക്കുന്നതോ പ്രസംഗിക്കുന്നതോ സാക്ഷ്യം പറയുന്നതോ അല്ല ആരാധന എന്ന് പറയുന്നത്. ശരിയായ ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ദൈവത്തെ നോക്കിക്കൊണ്ട്, കർത്താവേ, ഞങ്ങളെ ഇതുവരെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് കഴിവൊന്നുമില്ല. കർത്താവേ, ഞങ്ങൾക്ക് തന്ന ബലം, അവിടുന്ന് ഞങ്ങളെ നടത്തിയ വഴികളെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കരുതിയ കരുതലുകളെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു എന്ന് ഹൃദയ പരമാർത്ഥതയിൽ നാം ദൈവത്തോട് പറയുന്ന വാക്കുകൾ, അത് ഓർത്ത് കർത്താവിന് കൊടുക്കുന്ന സ്തുതി, അതാണ് ഇന്ന് പകലത്തെ ആരാധന എന്ന് പറയുന്നത്. ആ ആരാധന സ്വീകരിക്കുവാനാണ് നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത്. ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ, ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കളെ, നടത്തിയ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ ശ്രേഷ്ഠതയല്ല, നമ്മുടെ മഹത്വമല്ല, നമുക്കെന്തെങ്കിലും ഉണ്ടായതിൻ്റെ ആ കൂടുതൽ കൊണ്ടല്ല നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. നമ്മളെ സ്നേഹിച്ച് നടത്തിയ ദൈവത്തിൻ്റെ മഹാകരുണ ഒന്നുകൊണ്ട് മാത്രമാണ്, അവൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്, അവൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്, അവൻ്റെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ മഹാകരുണയെയും സ്നേഹത്തെയും വിശ്വസ്തതയും ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയട്ടെ. കേവലം ഒരു സ്തോത്രം എന്ന വാക്കല്ല നമ്മുടെ അതിരങ്ങളിൽ നിന്ന് വരേണ്ടത്. ഹല്ലേലൂയ എന്നൊരു പദം മാത്രമായി അത് അവശേഷിക്കരുത്, മറിച്ച് ആ സ്തോത്രത്തിൻ്റെ പിന്നിൽ കർത്താവിനുള്ള മഹത്വം ഉണ്ടായിരിക്കണം. ആ ഹല്ലേലൂയ
ഹല്ലേലൂയയ്ക്ക് പിന്നിൽ ദൈവത്തിനുള്ള മഹത്വം ഉണ്ടായിരിക്കണം. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ധ്യാനമുണ്ടായിരിക്കണം. അവൻ നടത്തിയ വഴികളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അവയെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. സർവമഹത്വത്തിന് യോഗ്യനായവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലുകളും അടങ്ങുന്ന നാമം, എല്ലാ നാവും കർത്താവെന്ന് ഏറ്റുപറയുന്ന മഹത്വകരമായ നാമം, ആ നാമത്തിന് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. ആ നാമത്തിന് ഞങ്ങൾ പുകഴ്ച അർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീതമായ ഈ ദിവസം ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായി, ബലത്തിനായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായി, ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളൊന്നുമില്ല, ഞങ്ങളേതുമില്ല, എല്ലാം അവിടുത്തെ കൃപയാൽ ഒന്നുകൊണ്ട് മാത്രമാകുന്നു. ആ കൃപയ്ക്ക് കർത്താവെ ഞങ്ങൾ മഹത്വം അർപ്പിക്കുന്നു. സകല പുകഴ്ചയും ആരാധനയും ഞങ്ങൾ ഒരിക്കലൂടെ കർത്താവിന് അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അന്ത്യത്തോളം, ജീവിതാവസാനം വരെ, ഞങ്ങളുടെ അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് മഹത്വം നൽകി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലൂടെ സകല മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. സങ്കീർത്തനത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ആവശ്യമായ ആലോചനകളെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണം. കൃപയും ഞങ്ങളെ മറയ്ക്കണം പിതാവേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഞായറാഴ്ച നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനും കരുണയ്ക്കുമായി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. നമ്മൾ പലരും രോഗത്താലും ഒക്കെ കാലാവസ്ഥയുടെ പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെയും ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് നമ്മളെ നടത്തുന്നല്ലോ. ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട് കഴിയട്ടെ. സങ്കീർത്തന ഭാഗത്തിലേക്ക് വേഗം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 77-ാം സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് പകൽ വായിക്കുവാനായിട്ടിടയായി തീർന്നത്. 77-ാം സങ്കീർത്തനം വളരെ പരിചിതമായ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നു: ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. ഈ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ ഏകദേശം 10 വരെയുള്ള വാക്യങ്ങൾ, 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഒരു പ്രാർത്ഥനയുടെ വാചകങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ആസാഫ് ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാചകങ്ങൾ. പക്ഷേ ആ പ്രാർത്ഥനാ വാചകങ്ങൾക്കകത്ത് ആ വാക്കുകൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വളരെ പ്രതികൂലമായ, അല്ലെങ്കിൽ തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതായ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മനസ്സ് പതറിക്കൊണ്ടുള്ളൊരു പ്രാർത്ഥനയുടെ ശബ്ദങ്ങളാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന വാക്ക് പ്രാർത്ഥനകൾക്ക്, നമ്മുടെ പ്രാർത്ഥന തന്നെ രണ്ട് തരത്തിൽ വരാറുണ്ട്. 2 തരത്തിൽ. ചില പ്രാർത്ഥനകൾക്കകത്ത് നമ്മൾ വളരെ പ്രയാസപ്പെട്ട്, വളരെ ക്ഷീണിതം അനുഭവിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ ക്ഷീണം എന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ ക്ഷീണം ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല. ശാരീരികമായ ക്ഷീണം വന്നാലുള്ള പ്രാർത്ഥന പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട, അങ്ങനെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചല്ല. മാനസികമായി തളർന്നിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ വാചകങ്ങൾ എന്ന് പറയുന്നത് അല്പം നിരാശ നിറഞ്ഞതായ വാചകങ്ങളും കുറച്ച് വിഷമങ്ങളൊക്കെ കലർന്ന പ്രാർത്ഥനയുടെ വാചകങ്ങളായിരിക്കും, അല്ലേ? എന്നാൽ മറ്റൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരാത്മധൈര്യമുള്ള, ബലമുള്ള, അല്ലേ, ചില ഊർജമുള്ള, പ്രത്യാശയുള്ള പ്രാർത്ഥനകളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഇത് സ്വാഭാവികമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാറുള്ള കാര്യമാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും. നമുക്കറിയാം, നമ്മൾ അങ്ങനെ ജീവിതാനുഭവത്തിൽ കടന്നു പോകുന്ന.
അതേ അനുഭവമാണ് സങ്കീർത്തനക്കാരനായ ആസാഫ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ വാക്യങ്ങൾ 1 മുതൽ 9 വാക്യങ്ങളിൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നിന്ന് ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിരൂപണാത്മകമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, പുള്ളിയുടെ വിശ്വാസവും പ്രത്യാശയൊക്കെ പോയ ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് അല്ലേ, അല്ലെങ്കിൽ പിന്മാറി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ വാക്കുകൾ പോലെയുള്ള കുറേ പദങ്ങൾ, കുറേ വാക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന, നിരാശയിൽ നിന്നുള്ള തൻ്റെ പ്രാർത്ഥനകളാണ് ഈ 9 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഘട്ടം കഴിഞ്ഞു. ഇതിങ്ങനെയാണ്, നമ്മൾ ഈ ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച്, സമയം കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും അല്ലേ, നമ്മുടെ ചിന്താഗതികൾക്കും എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊരു റിയാലിറ്റിയാണ്. നമ്മൾ എത്രത്തോളം സമയം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പകരുന്നുവോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായ സമയം ചിലവഴിക്കുന്നുവോ, അതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം കുറയാനുള്ള കാരണം എന്തായിരിക്കും? ദൈവസന്നിധിയിലുള്ള സമയം ചിലവഴിക്കുന്നത് കുറയുമ്പോഴാണ്. അപ്പോഴാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് എന്ത് വരുന്നത്? മങ്ങൽ വരുന്നത്. ഈ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. പൗലോസിൻ്റെ പ്രാർത്ഥനകളെല്ലാം വിലപ്പെട്ട പ്രാർത്ഥനകളാണ്. അതിൽ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? വിളിയാനുള്ള ആശ ഇന്നതെന്ന് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, അങ്ങനെ വാക്ക് പൗലോസ് പറയുന്നുണ്ട്. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാനുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറയുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുന്നത്. ഈ ദൃഷ്ടി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാ? ദൃഷ്ടി എന്ന് പറയുന്ന സാധനം എന്തുവാ? അത് ദൃഷ്ടി അല്ലേ, കണ്ണിനുള്ള കാഴ്ച അല്ലേ, കണ്ണാണ്. അപ്പോൾ ഈ കണ്ണ് എന്തിനു വേണ്ടിയുള്ളതാണ്? കാണാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ കണ്ണട വെക്കാൻ വേണ്ടിയുള്ളതാണോ? അല്ല, കാണാൻ വേണ്ടിയുള്ളതാണ് കണ്ണെന്ന് പറയുന്നത്. കണ്ണിനുള്ള മങ്ങലുകൾ കാഴ്ചപ്പാടുകൾക്ക് എന്ത് വരുത്തും? വ്യത്യാസങ്ങൾ വരുത്തും അല്ലേ. അതുകൊണ്ടാണല്ലോ ചിലപ്പം ഈ ശരിക്കും ഇരുട്ടിലൊക്കെ ചെറിയ മങ്ങലുള്ളവർ വഴിയാ നടന്നു പോകുമ്പം ചിലപ്പം കയറ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തായിട്ട് തോന്നും? അത് വഴിയില്ല, പാമ്പായിട്ട് തോന്നും. ശരിക്കും അത് അവരുടെ കുഴപ്പമല്ല. അത് വഴിയിൽ കിടക്കുന്നത് കയറാണെങ്കിലും അത് എന്തിൻ്റെ കുഴപ്പമാണ്? കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്, കണ്ണിന് വന്ന മങ്ങലിൻ്റെ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഈ മങ്ങൽ ആർക്ക് വരാം? നമുക്കും വരാം. ഹൃദയത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ ഈ കണ്ണിങ്ങനെ, ഈ പുറമേ ഉള്ള കണ്ണ് പ്രകാശിച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറമേ ഉള്ള കാഴ്ചകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കാണാനായിട്ട് പറ്റത്തുള്ളൂ. വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പുറമേ ഉള്ള കണ്ണുകൾക്ക് കാഴ്ചയുണ്ടെങ്കിൽ. പക്ഷേ ആത്മീയ കാഴ്ചപ്പാടുകൾ കാണണമെങ്കിൽ എന്ത് പ്രകാശിക്കണം? ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയക്കണ്ണ് എന്ത് ചെയ്യണം? പ്രകാശിക്കണം. അതിനുള്ളിൽ വെളിച്ചം വരണം അല്ലേ. അപ്പോൾ ആ വെളിച്ചം വരുമ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുന്നത്. അപ്പോൾ എപ്പോഴാണ് ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുന്നതെന്നറിയാവോ? നമ്മൾ എത്രത്തോളം സമയം ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നതിൻ്റെ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുന്നത്, ഹൃദയദൃഷ്ടികൾക്ക് പ്രകാശം വരുന്നത്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞു, നിരാശയുടെ വാക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ദൈവത്തിനുള്ള മഹത്വം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം വരികയാണ്. 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു തീരുമാനത്തിലേക്ക്. അതായത് ആദ്യത്തെ പാർട്ടിൽ ദൈവത്തിൻ്റെ മഹത്വം മറന്നിട്ട് നിരാശയുടെ വാക്കുകളിലേക്ക് വന്നിട്ട് അടുത്ത പാർട്ടിലേക്ക് വരുമ്പോൾ അതിനെന്ത് ചെയ്യാണ്? ആ നിരാശയുടെ ഭാഗം അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. പിന്നെ എന്തിലേക്ക് ശ്രദ്ധിക്കുകയാണ്? ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതിലേക്ക്, അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി 13 മുതൽ താഴോട്ടുള്ള 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പം കാണുന്നത്, അവിടെ സങ്കീർത്തനക്കാരന് മനസ്സിലായി ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അചഞ്ചലമാണ്, അതൊരിക്കലും മാറ്റമില്ലാത്തവയാണ്, ഏതൊരു ഘട്ടത്തിലും മറക്കാൻ പാടില്ലാത്തതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് സങ്കീർത്തനക്കാരൻ എത്തി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഒരു മനുഷ്യൻ
നമ്മളതിനെ എടുക്കുകയാണ് സങ്കീർത്തനത്തെ ഒരു പ്രായോഗിക. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞൊരു സാഹചര്യം. മനസ്സെല്ലാം തകർന്നിരിക്കുന്ന, ഒരു നല്ല രീതിയിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കാൻ അദ്ദേഹം ഇരിക്കുന്നു. പ്രാർത്ഥന നമ്മളാന്നിരിക്കട്ടെ, നമ്മളെ ഇനി ഇതിലേക്ക് ഈ സങ്കീർത്തനക്കാരനെ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മളാന്നിരിക്കട്ടെ, അങ്ങനെ ഒരു വ്യക്തി നമ്മളാന്നിരിക്കട്ടെ, നമ്മളങ്ങനെ ഇരിക്കുന്നു. അടുത്ത ഘട്ടമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങനെയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല. അടുത്തത് എന്താണ്? ദൈവമഹത്വത്തിലേക്കുള്ള, ദൈവമഹത്വം കാണാൻ വേണ്ടിയുള്ള, ദൈവമഹത്വത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എന്ത് വരണം? ആ പ്രാർത്ഥന നമ്മളതിനെ ഗൈഡ് ചെയ്തെത്തിക്കണം. അതാണ് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ അചഞ്ചലമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വന്നെത്താനായിട്ട് കഴിയും. ആ മാറ്റമാണ് ഈ സങ്കീർത്തനത്തിലാകമാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എൻ്റെ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ശബ്ദമുയർത്തി ഞാൻ ദൈവത്തോട് നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ എന്ത് ചെയ്തു? അന്വേഷിച്ചു. രാത്രിയിൽ എൻ്റെ കൈകളെ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ഇവിടെ 1-2 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഈ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയുള്ളൊരു എന്താ പറയുക, അന്വേഷിച്ചു എന്നാണ് പറയുന്നത് നമ്മളവിടെ കാണുന്നത് അല്ലേ. 2-ാം വാക്യത്തിൽ കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ എന്ത് ചെയ്തു? അന്വേഷിച്ചു. കഷ്ടദിവസത്തിൽ ഈ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ അതൊരു ഒരു 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 എന്താ പറയുക, ഒരു സാധാരണ പ്രക്രിയയല്ല, അല്ലെങ്കിൽ വളരെ സർവ്വസാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത്. അന്വേഷണങ്ങൾക്കെല്ലാം പിന്നിൽ എന്തുണ്ടാവും? ഒരു സ്ട്രെയിൻ ഉണ്ടാവും അല്ലേ, ഒരു സ്ട്രെസ് ഉണ്ടാവും അന്വേഷണങ്ങൾക്കൊക്കെ പിന്നിൽ അല്ലേ. അന്വേഷണങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കണ്ടെത്തലുകൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ. അന്വേഷണങ്ങൾ കണ്ടെത്തലുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നമ്മൾ ഈ ദൈവത്തെ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവത്തെ അന്വേഷിക്കുക എന്തിനു വേണ്ടി? ദൈവത്തിൽ നിന്ന് പുതിയതൊന്ന് കണ്ടെത്താൻ വേണ്ടി അല്ലേ, ദൈവത്തിൽ നിന്ന് പുതിയതൊന്ന് പ്രാപിച്ചെടുക്കാൻ വേണ്ടി, ദൈവത്തിൽ നിന്ന് പുതിയതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയുള്ളൊരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ കേൾക്കുന്ന പ്രസംഗത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ അവസാനിപ്പിക്കാറാണുള്ളത്. പ്രസംഗം കേൾക്കുന്നതിൽ കൂടെ ഒക്കെ അത് മതി എന്നുള്ള രീതിയിൽ നമ്മൾ എത്താറുള്ളതാണ്. പക്ഷെ അതല്ല ഒരു ഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് അവർക്ക് വരാനായിട്ട് കഴിഞ്ഞത്. പലപ്പോഴും നമ്മുടെ ലെവൽ എപ്പോഴും എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ഈ പുതിയതൊന്ന് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ഒന്നുകിൽ ഒരേപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺ ആയിട്ടായിരിക്കും നമ്മുടെ ഗ്രാഫ് പോവുക, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ നിലവാരങ്ങൾ പോവുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ യഹോവയെ അന്വേഷിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്നവർ ആരൊക്കെയാണെന്നറിയാവോ? ദൈവത്തിന് 9-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 9:10. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നറിയോ? ഒന്ന്, അവൻ്റെ നാമത്തെ അറിയുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് തയ്യാറാവുന്നത്. അവൻ്റെ നാമത്തെ അറിയുന്നവർ. എന്താ ഈ ദൈവത്തിൻ്റെ നാമത്തെ അറിയുക എന്ന് പറയുന്നത്? നമുക്കറിയാം, സങ്കീർത്തനം എഴുതിയത് കാലഘട്ടത്തിൽ ഒരുപാട് ദൈവങ്ങൾ ചുറ്റുവട്ടമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അന്നത്തെ ഒരു സമൂഹം മനസ്സിലാക്കിയിരുന്നത് അവരുടെ ദൈവത്തിന് ശക്തി കൂടുതലെന്ന് മനസ്സിലാക്കിയിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി പോകുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കീഴടക്കി. അപ്പോൾ ഏത് രാജ്യമാണോ ഡൊമൈനായി നിൽക്കുന്നത്, പവറായിട്ട് നിൽക്കുന്നത്, ആ രാജ്യത്തിൻ്റെ ഏതാണോ മൂർത്തി, ഏതാണോ ദൈവമായിരിക്കുന്നത്, ആ ദൈവത്തിനാണ് ശക്തി കൂടുതലെന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, നിൻ്റെ നാമത്തെ അറിയുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നിന്നെ സ്നേഹിക്കും, നിൻ്റെ നാമത്തെ അറിയുന്നവർ. അപ്പോൾ ദൈവം നാമത്തെ അറിയണം. എങ്ങനെ?
ചുറ്റുമുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എൻ്റെ ദൈവത്തിന് എന്താണ് പ്രത്യേകത എന്നുള്ളത് ഒരു ഭക്തൻ തിരിച്ചറിയുമ്പോഴാണ് അവൻ്റെ അന്വേഷണങ്ങൾ പൂർണ്ണമാകുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുറ്റുമുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിൽ നിന്ന് ശരിയായി മനസ്സിലാക്കുന്ന, ശരിയായി അറിയുന്ന ഒരു ഭക്തന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് അവൻ്റെ നാമത്തെ അറിയണം, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം അറിയുവാനായിട്ട് കഴിയണം. സങ്കീർത്തനത്തിൽ തന്നെയാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം അല്ലേ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അവൻ്റെ നാമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ നാമം സകല നാമങ്ങൾക്കും മേലായ നാമമെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ആ നാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു ഇച്ചിരൂടെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. ശബരിമല സമയങ്ങളിൽ സീസൺ ആകുമ്പോൾ നമുക്കറിയാം അവർ 40 ദിവസവും ഒക്കെ 40 ദിവസം വ്രതമെടുത്ത് അവരെന്ത് ചെയ്യാണ്? ഭക്ഷണത്തിനകത്ത് കൃത്യമായ നിബന്ധനകളെല്ലാം വെച്ച് അവരാരെ അന്വേഷിച്ച് പോവുകയാണ്? ദൈവത്തെ അന്വേഷിച്ച് ഈ മല കയറുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കാം. വളരെ കഠിന പ്രയത്നങ്ങൾ സഹിച്ച് ഈ മലയെല്ലാം കയറി ഉന്തും തിക്കും തിരക്കും എല്ലാം സഹിച്ച് അവരവിടെ ചെല്ലുകയാണ്. ആരെ കാണാനായിട്ട്? ദൈവത്തെ കാണാനായിട്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ദൈവത്തോടുള്ള സ്നേഹവും ആ നാമത്തെക്കുറിച്ചുള്ള ബോധ്യവുമാണ് അവരെ അതിനെന്ത് ചെയ്യുന്നത്? അവരെ അതിന് പ്രാപ്തരാക്കി മാറ്റുന്നത് അല്ലേ. അത്രയും സ്ട്രഗിൾ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നതിൻ്റെ കാര്യം ആ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യവും ആ നാമത്തിൻ്റെ അവർ കൊടുക്കുന്ന മഹത്വവുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്ര സ്ട്രെയിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടോ? പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് സ്വയം ഒന്ന് പരിശോധിച്ചാൽ മതി അല്ലേ. എല്ലാ നാമത്തിനും മേലായ നാമമാണ് നമ്മുടെ ദൈവത്തിൻ്റെ നാമം. ആ നാമത്തെയാണ് നമ്മൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ജാതികൾ പോലും കൊടുക്കുന്നതിൻ്റെ തീവ്രത പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല? നമ്മുടെ ദൈവത്തിന് കൊടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നാമത്തിന് തക്ക മഹത്വമായിരിക്കുമോ നമ്മൾ കൊടുക്കുന്നത്? ആയിരിക്കുമോ? ആണോ? അങ്ങനെയാണോ? അല്ല, ആ നാമത്തിന് തക്ക മഹത്വമല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്നതിനേക്കാൾ തീവ്രമായത് നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് എന്താകുന്നുള്ളൂ? അവൻ്റെ നാമത്തിന് തക്ക മഹത്വം എന്ന് നമുക്ക് പറയുള്ളൂ. അവനെ മനസ്സിലാക്കി, ദൈവത്തെ മനസ്സിലാക്കി നമുക്ക് ദൈവനാമത്തിന് മഹത്വം കൊടുക്കാനായിട്ട് കഴിയണം. അതാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർ, അവൻ്റെ നാമത്തെ അറിയുന്നവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നവർ. 22-ാം സങ്കീർത്തനത്തിൻ്റെ 26-ാം വാക്യം ഒന്ന് വായിച്ച്. 22-ാം സങ്കീർത്തനം 26. എളിയവർ തിന്ന് തൃപ്തരാവും, യഹോവയെ അന്വേഷിക്കുന്നവരെന്ത് ചെയ്യും? അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നും സുഖത്തോടെ, എന്നേക്കും സുഖത്തോടെ ഇരിക്കും. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എളിയവരായിരിക്കുക എന്നുള്ളത് അതിനകത്തൊരു പ്രത്യേകതയാണ്. ദൈവത്തെ അന്വേഷിക്കുക. എളിയവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിന് കയ്യിലില്ലാത്തവർ എന്നുള്ള അർത്ഥമാണ്. തൃപ്തരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? നമ്മൾ പിന്നെ വേണ്ട, മറ്റതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല അല്ലേ. എളിയവർ തിന്ന് തൃപ്തന്മാരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. അപ്പോൾ എളിമ എന്ന് പറയുന്ന ഇല്ലായ്മയുണ്ട്. അത് ഈ എളിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക തലത്തിലല്ല, പിന്നെ ആത്മീകമായ നിലയിൽ നമ്മൾ ഇനിയും എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയണമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ എഴുതുമ്പം പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് അവനെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അറിയണം എന്ന് പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്. എനിക്ക് അവനെ അറിയണം. അതെന്തിനാ പൗലോസ് അത്ര അറിയണേ? ഈ ഈടുറ്റ 14 ലേഖനങ്ങൾ എഴുതി 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ ദൈവത്തെക്കുറിച്ചുള്ള അഗാധമായിട്ടുള്ള തിയോളജിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയ പൗലോസ് പറയാണ്, എനിക്കെന്ത് ചെയ്യണം?
അവനെ അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞതൊന്നുമല്ല എൻ്റെ ദൈവമെന്നുള്ള ബോധ്യം ആർക്കുണ്ട്? പൗലോസിനുണ്ടെന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയരെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. നമ്മുടെ ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ല, ഇതുവരെയും വേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്തോറും ആ ദൈവം നമ്മളോട് എന്ത് ചെയ്യും? അവനെ തന്നെ താൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവത്തെ അറിയാൻ ആരാഗ്രഹിക്കുന്നുവോ, ആരിഷ്ടപ്പെടുന്നുവോ, അത് എത്രത്തോളം അതിനുവേണ്ടിയുള്ള ആഗ്രഹമുണ്ടോ അത്രത്തോളം ദൈവം എന്ത് ചെയ്യും? തന്നെ വെളിപ്പെടുത്തി തരാൻ വലിയവനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തെ ആഴത്തിൽ അറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ. അപ്പോൾ അതിനെന്താ വേണ്ടത്? തൃപ്തമാകാത്തൊരു മനസ്സ് ആത്മീയതയിൽ നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മുടെ ഈ ഞായറാഴ്ച കൂടുന്ന കൂട്ടായ്മ, വീട്ടുപ്രാർത്ഥനകൾ എന്ന ആ ഒരു കുറഞ്ഞ ചിന്താഗതിയിൽ മാത്രം ഇരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഓക്കെ, ഞാൻ എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനയിലും ഞാൻ ദൈവത്തെ പങ്കെടുക്കുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ നമ്മൾ എന്തായി? ഒരു തൃപ്തമായ മനോഭാവത്തിലേക്ക് വരികയാണ്. ആ തൃപ്തമായ മനോഭാവത്തിനകത്ത് നമുക്ക് ആരെ കാണാൻ പറ്റത്തില്ല? ദൈവത്തെ. വേണ്ട നിലയിൽ നമുക്ക് ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 34 സങ്കീർത്തനം 10 വാക്യം ഒന്ന് വായിച്ചത്. 34 സങ്കീർത്തനം 10 വാക്യം. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. എന്താണ് ഈ ദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ടുള്ള നന്മ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? നന്മകൾക്ക് എന്ത് ചെയ്യുന്നില്ല ദൈവം? മുടക്കം വരുത്തുന്നില്ലെന്നാണ് കാണാൻ സാധിക്കുന്നത്. നന്മകൾക്ക്. ഇനി ആ വാക്കിനെയും ഇനി നമ്മൾ പ്രത്യേകം പഠിക്കണം. ദൈവത്തിൻ്റെ നന്മകളെന്ന് പറയുന്നത് നമുക്കെല്ലാം തരുന്നതല്ല ദൈവത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം തരുന്നതല്ല ദൈവത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ദൈവമേ, ഞാൻ ഇതൊക്കെ ആഗ്രഹിച്ചു, എനിക്കിതെല്ലാം കിട്ടിയല്ലോ എന്ന് പറയുന്നതും അല്ല ശരിയായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നതാണ് ശരിയായ ഒരു തൃപ്തമായ ജീവിതം എന്ന് പറയുന്നത്. അതാണ് ശരിയായ നന്മയെന്ന് പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം എനിക്ക് മതിയെന്ന് പറയാനായിട്ട് കഴിയുന്നതാണ്. യേശുവിൻ്റെ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണല്ലോ, അല്ലേ? നിങ്ങൾ ഈ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്? ജൽപ്പനം ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് ആരറിയുന്നുണ്ട്? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട്, അല്ലേ? പിന്നെ ഉണ്മാനും ഉടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? മതിയെന്ന് വെപ്പിൻ. പിന്നെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കിയേ, ഈ പ്രാർത്ഥനയിനകത്ത് നമ്മൾ ദൈവത്തിൻ്റെ നമ്മുടെ എല്ലാം കിട്ടിയെന്നതിനകത്തല്ല, മറിച്ച് എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളത് നമ്മുടെ കൈകളിൽ എത്തുമ്പോഴാണ് ശരിയായ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അത് മാത്രം മതി കർത്താവേ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയണം. അല്ല നമ്മൾ ഈ എഴുതി വെക്കുന്നതിൻ്റെ അടിയിൽ കൊണ്ടുപോയി സീല് വെക്കാനിരിക്കുകയാണ് ദൈവം എന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. ദൈവത്തിന് ചില കാര്യങ്ങളിൽ ദൈവത്തിൻ്റേതായ ചില തീരുമാനങ്ങളുണ്ട് എന്ന് വെച്ച് പ്രാർത്ഥിക്കാതിരിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല അതിനകത്ത്. ദൈവത്തിൻ്റെ അതാ നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്, നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം അതുണ്ടാകും. ഈ ഹിതം, ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. ഇപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എന്തില്ല? ഒരു നന്മയ്ക്കും മുടക്കമില്ല. ഒന്നിനും കുറവില്ല എന്നുള്ളതല്ല, നന്മകളായി വരേണ്ട ഒന്നിനും എന്ത് ചെയ്യത്തില്ല ദൈവം? മുടക്കം വരുത്തില്ല എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്. 40-ാം സങ്കീർത്തനത്തിൻ്റെ 16 വാക്യം എന്ന് വായിച്ചത്. 40-16. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ആ ഗുണമെന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ആനന്ദം ഉണ്ടാകും. നിരാശ
ഉണ്ടാകത്തില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് അതൊരു നിസാര കാര്യമല്ല. അതിനുള്ളിൽ കുറേ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തിരിക്കും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. അതിനകത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിഫ്ലക്റ്റായി വരുമ്പോഴാണ് ഒരുവൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം വരുന്നുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തു ചെയ്യും? നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിരാശപ്പെടാനിടയില്ലാതെ വണ്ണം നമ്മളെ നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്, സേവിക്കുന്നത് എന്നുള്ളത് കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്? ഏതൊരു ജീവിത സാഹചര്യത്തിലും കർത്താവിനെ അന്വേഷിക്കുവാനായിട്ടുള്ളൊരു ആഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ശരിയായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് മുൻപിൽ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പോൾ നിരാശ വിട്ടുള്ള ഒരു പ്രാർത്ഥനയിലേക്ക്, അപ്പോൾ അതാണ് ഈ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. 3 മുതലുള്ള വാക്യം നമ്മൾ കാണുന്ന ആശ്വാസം നിരസിച്ചു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാണ്. പുള്ളി ഇങ്ങനെ ആകെ ഡൗൺ ആയ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു. 13-ാം വാക്യത്തിൽ, ദൈവമേ നിൻ്റെ വഴി എന്താണ്? വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് കിടക്കുന്ന ഒരു കാര്യം ഇതാണ്, നിൻ്റെ വഴി എന്താണ്? വിശുദ്ധമാകുന്നു, അല്ലേ? എല്ലാം അപ്പം അവൻ ചിന്തിച്ചതിനകത്തൊക്കെ കുറേ അശുദ്ധമായ ചിന്താഗതികളുണ്ടായിരുന്നു, നല്ലതല്ലാത്ത ഒരുപാട് ചിന്താഗതികളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, നീ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുള്ളൂ? വിശുദ്ധമായ വഴികളിൽ കൂടിയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാം നൽകി തരുന്നവനല്ല ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വഴികളിൽ എന്തുണ്ട്? അവൻ്റെ ഒരു വിശുദ്ധി, അവൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടായിരിക്കും. ദൈവത്തിന് തൻ്റെ സ്വഭാവം വിട്ടിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ദൈവത്തിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ദൈവ സ്വഭാവത്തെ തിരിച്ചറിയുന്ന ഒരു ഭക്തനും ഒരിക്കലും എല്ലാം ചോദിക്കാനായിട്ട് കഴിയത്തില്ല. അവൻ്റെ സ്വഭാവത്തെ അറിഞ്ഞ് ചോദിക്കുക. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളായിരിക്കും. ഞാനിപ്പോൾ നിർത്തും. നമ്മുടെ മാതാപിതാക്കൾ, ഒരു പിതാവിനോട് ഒരു മകൻ ചെന്ന് കാര്യങ്ങൾ ചോദിക്കുന്ന എല്ലാ സമയത്തും ചെന്ന് ചോദിക്കുമോ? ഇല്ല. ചില നേരം, അല്ലേ, അപ്പൻ്റെ മുഖത്തും അപ്പൻ്റെ ഭാവങ്ങളും ഒക്കെ മൂഡ് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പോയിട്ട് കാര്യമില്ല എന്നറിയാം, അല്ലേ? മൂഡ് ശരിയാണെങ്കിൽ ഏതൊരു കാര്യവും എന്ത് ചെയ്യാം, ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്നുള്ള ബോധ്യമുണ്ട്, അല്ലേ? അപ്പോൾ ഈ സ്വഭാവത്തെ മനസ്സിലാക്കിയിട്ട് വേണം ആരോട് ഇടപെടാനായിട്ട്? ദൈവത്തോട്. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് കിട്ടാനുള്ളതും കൂടെ, പിന്നീടാണെങ്കിലും കിട്ടാനുള്ളതും കൂടെ എന്തു ചെയ്യും, ഇല്ലാതെയായിത്തീരും. അതാണ് നമ്മളെ ഒരു മാനുഷികമായിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അവൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നതാണ്, അവൻ ആരാണ്? വിശുദ്ധനായൊരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വഴി വിട്ടിട്ട് നമുക്കൊന്ന് കിട്ടാനായിട്ടും ലഭിക്കാനായിട്ടും കഴിയില്ലെന്ന് മനസ്സിലാക്കണം. ആ തിരിച്ചറിവിലായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം ഒടുവിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, മോശയെയും അഹ്റോൻ്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ എന്ത് ചെയ്തു? നടത്തി. ഒടുവിൽ വന്ന് സങ്കീർത്തനക്കാരൻ പറയാണ്, കർത്താവേ, ഞങ്ങൾ നടന്നതല്ല, ഒരു ജനതയെ മുഴുവൻ ദൈവം എന്ത് ചെയ്യാണ് ചെയ്ത് നടത്തുവാനായിട്ടിടയായി തീർന്നു. അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ദൈവം എന്ത് ചെയ്തു? മനസ്സിലാക്കി. എന്നിട്ടൊരു ആട്ടിൻകൂട്ടത്തെ നടത്തും പോലെ എന്ന് പറഞ്ഞാൽ എന്താ? ആട്ടിൻകൂട്ടത്തിന് വേണ്ട കെയർ, അതുപോലെ തന്നെ സംരക്ഷണം, അവർക്ക് വേണ്ട പ്രൊവിഷൻ, ഇതെല്ലാം ആരാണ് കൊടുക്കുന്നത്? ഒരു ഇടയനാണ് നൽകുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. സ്വന്തമായ ഒരു ചോയ്സ് ഉള്ള ഒരു ജീവിയല്ല ആടെന്ന് പറയുന്നത്, മറിച്ച് അവനൊരു ഇടയനുണ്ടെങ്കിൽ ആ ഇടയൻ്റെ കൈക്കീഴിലാണ് ജീവിതം മുൻപോട്ട് പോകുന്നതെന്നറിയാം. അങ്ങനെ പോകുന്ന ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം സങ്കോചങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയരെ, നമ്മളെ നടത്താൻ കഴിയുന്ന ഒരു നല്ലൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. തൻ്റെ ജനത്തെ നടത്തിയ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തിയവനായൊരു ദൈവം. ഒരുപക്ഷെ നമുക്ക് കഴിയുന്നതും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റാത്തതുമായ ഒരുപാട് ജീവിത മേഖലകൾ നമുക്ക് മുൻപിൽ വരാം. അത്തരം മേഖലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ആ തിരിച്ചറിവിൽ നമ്മുടെ എല്ലാ വേദനകളും എല്ലാ നിരാശകളും എല്ലാ ഭാരങ്ങളും മറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിപ്പാൻ നമുക്ക് കഴിയട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ പിതാവ് നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ ചിന്തകളാൽ നൽകി തരുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനകളാൽ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. സമയം അനുവദിച്ചെന്ന സഭയോടും ദൈവദാസനോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.